Hi friends, Creative Life Skill മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജമ്പ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ്. ടൈപ്പ് ഉറുമ്പുകളാണ്. വയ്ക്കുമ്പോഴത്തേക്ക് അതെല്ലാം വീട്ടിലോട്ടൊക്കെ അടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഉറുമ്പിനെയും ഒച്ചിനെയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഉറുമ്പുകൾ ഭയങ്കര ശല്യക്കാരാണ്. അപ്പോൾ ഇത് നമ്മുടെ പെരയ്ക്കകത്തും അതുപോലെ തന്നെ മുറ്റത്തും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ച് വരുമ്പോഴേക്കും അതിനെ നിറച്ചത് ഈ ഒരു ടൈപ്പ് ഉറുമ്പ്. അത് എല്ലാ സമയത്തൊന്നുമില്ല, ചില സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലത്തെ ഉറുമ്പുകൾ നമ്മുടെ മുറ്റത്തും അതുപോലെ തന്നെ പെരയ്ക്കകത്തും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുറ്റത്തെ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും ഇതിൻ്റെ കൂടുകൾ കാണും. അതുകൊണ്ടാണ് ഇത്രയധികം ഉറുമ്പുകൾ ഈ പെരയ്ക്കകത്തൂടെ മുറ്റത്തൂടെ ഒക്കെ നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവന്മാരെ ഒന്ന് കണ്ടുപിടിക്കണം, ഇവരുടെ കൂടൊന്ന് തപ്പി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇവരെ എല്ലാം നശിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗവും നമുക്ക് ചെയ്യണം. ഒരു മെയിൻ പ്രശ്നം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഒച്ചിള് ശല്യം ഉള്ളത്. ഇത് രണ്ടും നമ്മുടെ വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തും ഒക്കെ ഉള്ള വലിയ പ്രശ്നമായിരിക്കും. പൊതുവെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഇതുപോലെ ഈ ഉറുമ്പ് ശല്യവും അതുപോലെ തന്നെ ഈ ഒച്ചിളിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ മഴ സമയം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒച്ചിളുള്ളത്. നമ്മുടെ പെരയ്ക്കകത്തും അതുപോലെ അടുക്കളയിലോ നമ്മുടെ ബാത്റൂമിലോ അതുപോലെ തന്നെ വീടിൻ്റെ ഒക്കെ പുറത്തൂടെയോ കതകയിലോ ഡോറയിലോ ഒക്കെ മിക്കയിടത്തും നമ്മൾ തന്നെ കാണും. മിക്ക വീടുകളിലും ഒരു പ്രശ്നമുണ്ട്. എന്നാൽ 3 മാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു രീതി വേണേലും സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അത് നമ്മുടെ വീട്ടിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉറുമ്പിനെയും ഒച്ചിനെയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും വിനാഗിരി അതുപോലെ തന്നെ സോപ്പ് ലായനി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് വേണം, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ വെള്ളവും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഒന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സില്ലേ, ഇതിൻ്റെ ഒരു അളവിൽ നമ്മൾ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. കാരണം നേരത്തെ നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഒരു ഈ വിനാഗിരിയുടെ ഒക്കെ വീര്യം കെട്ടുപോയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളാതായി പോകും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്താൽ മതി. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇതിനകത്ത് 2 കപ്പ് ഒഴിച്ചു. അതുപോലെ തന്നെ വേണ്ടേ, ഇത് സോപ്പ് ഓയിലാണ്. സോപ്പ് ഓയിൽ നമ്മൾ ഇതിനകത്ത് 1/2 കപ്പ് സോപ്പ് ഓയിൽ എടുത്തു. 1/2 കപ്പ് സോപ്പ് ഓയിൽ നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി അതേ അളവ് തന്നെ എടുക്കുക. ഇതിനകത്ത് നമുക്ക് 1/2 കപ്പ് വിനാഗിരി ഇതിനകത്ത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഉപ്പ് നമ്മൾ അളവ് കൂടിപ്പോയെന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 സ്പൂൺ നിറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ സ്പൂണൊന്നും എടുത്തിട്ടില്ല. ഇതിനകത്ത് ഏകദേശം ഞാനൊരു 3 സ്പൂണോളം ഉപ്പാണ് എടുത്തത്. അപ്പം 2 സ്പൂൺ ഇപ്പം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്യുക. ഇതുപോലത്തെ ചെറിയ സ്പൂണിനകത്ത് 1 സ്പൂൺ നിറച്ച് മഞ്ഞൾ പൊടി ഇട്ടാൽ മതിയാവും. അത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രെയറിലോട്ട് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. അരിച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കണം, കാരണം മഞ്ഞൾ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. കണ്ടോ, അത് പക്ഷെ ആ ഒരു സ്ഥലത്തു നിന്ന് അത് ഓടി മാറുന്നുണ്ട്. അപ്പോൾ അത് പതുക്കെ അത് നശിച്ചു പോകും.
അങ്ങനെയാണ്. അടുത്തൊരു മെത്തേഡിലേക്ക് പോകാം. അതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ ഉറുമ്പിനെയും അതുപോലെ ഉച്ചിളിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതിനെ കൊല്ലരുത്, അയ്യോ അതിനെയൊന്നും കൊന്നുകളയരുതെന്ന് പറയുന്ന കുറച്ച് അങ്ങനെ ഉറുമ്പ് സ്നേഹികളായ കുറച്ച് മനുഷ്യരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഇതെന്ന് പറയാൻ നമ്മൾ അവരെ അങ്ങോട്ട് ചെന്ന് അവരുടെ കൂട്ടിലോട്ട് ചെന്ന് നമ്മൾ നേരിട്ട് ആക്രമിക്കുന്നില്ല. നേരെ മറിച്ച് അവർ തിരിച്ച് നമ്മുടെ അടുക്കളയിലല്ല നമ്മുടെ വീട്ടിൽ വന്ന് ഈ സംഭവം എടുത്തുകൊണ്ട് പോയി അവരുടെ കൂട്ടിലോ അവരുടെ കോളനിയിലോ ഒക്കെ ഉള്ള എല്ലാവർക്കും കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് അവർ നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് തേങ്ങാപ്പീരയാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പീര വേണം, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഇതൊക്കെ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടത്. ഇത് ബോറിക് ആസിഡാണ്. അപ്പോൾ ഈ ബോറിക് ആസിഡ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും തന്നെ കിട്ടുന്നതാണ്. അത് 17 രൂപ 18 രൂപ 20 രൂപ താഴെ അതിന് വിലയുള്ളൂ. അപ്പോൾ അതാണ് ഒരൈറ്റം. അപ്പോൾ ഈ ഒരു 3 ഐറ്റം കൊണ്ടാണ് നമ്മൾ അടുത്തൊരു മാർഗം നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊട്ടും വിഷമൊന്നുമില്ല. കാരണം ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമുള്ള ഒരു സംഭവമൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല. ഈ നമ്മൾ ഈ ക്യാരംസിൻ്റെ ബോർഡിലൊക്കെ ഇടുകയല്ലേ കോയിന് തെന്നാനാക്കി ആയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇടുന്ന ബോറിക് ആസിഡാണ്. അതുപോലെ തന്നെ ഒത്തിരി ഉപയോഗത്തിന് നമ്മൾ ബോറിക് ആസിഡ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഇത് പൗഡർ ആയതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ശ്വാസം മുട്ടലോ തുമ്മലോ ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ മൂക്കോ ഒന്ന് മറിക്കുകയോ മാസ്കോ ഒക്കെ വെക്കുകയോ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എടുക്കുന്നത് തേങ്ങാപ്പീരയാണ്. അതെടുത്തു. ഇപ്പോൾ ഒരു 2 നുള്ളു തേങ്ങാപ്പീര എടുത്തിട്ടുള്ളൂ. അതുപോലെ പഞ്ചസാര നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടോ, പഞ്ചസാരയും തേങ്ങാപ്പീര ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഉറുമ്പെല്ലാം കൂടെ എൻ്റെ മേത്തേക്ക് വന്ന് കറങ്ങണേ. അതേ പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് വേണ്ടേ ബോറിക് ആസിഡാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം ബോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നമ്മൾ ഇത് 2-3 സൈഡിലായിട്ട് കുറേശ്ശെ എടുത്ത് ഓരോ പാത്രത്തിലാക്കിയോ അല്ലെങ്കിൽ ഇലക്കകത്തൊക്കെ ആണെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനെ അവരുടെ കോളനിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരെല്ലാം നശിപ്പിച്ചോളും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരുമ്പോൾ ഉറുമ്പ് ഇനി അടുത്തൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുകൊണ്ട് മുറ്റത്തിൻ്റെ സൈഡിൽ നിന്ന് വെക്കാം. അപ്പോൾ ഇത് ഉറുമ്പ് എടുത്തുകൊണ്ട് പോകില്ലോ നമുക്ക് നോക്കാം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണാം കേട്ടോ. വെച്ച് ഉറുമ്പ് തിന്നാൽ ഉടനെ അത് നശിച്ചു പോകുന്നില്ല. ഒരു 2 ദിവസം എടുക്കും അത് നശിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ വെക്കാം. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിലെല്ലാം ഇഷ്ടംപോലെ ഉറുമ്പുകളെല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഉറുമ്പാണ് കേട്ടോ. ഇത് നല്ല കടിക്കുന്ന ഒരു ഉറുമ്പാണ്. അവരെന്തേ കറുത്ത ഉറുമ്പൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അത് ജമ്പെന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ഇതൊരു പോയ്സണാണ്. അത് ആദ്യം തന്നെ ഞാൻ പറയുവാണ്, ഇതൊരു പോയ്സണാണ്. ഇത് സാധാരണയായിട്ട് നെല്ലിലും അതുപോലെ തന്നെ ഈ ഇലചുരുട്ടിപ്പുഴു അതുപോലെ തണ്ടുതുരപ്പൻ അങ്ങനെയുള്ള കീടങ്ങൾക്കൊക്കെ ഇത് വളരെ പ്രയോജനകരമാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഉറുമ്പിനൊക്കെ ഇത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് ഇത് കാണുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഉറുമ്പെല്ലാം പോകും. അപ്പോൾ ഉറുമ്പിനും ഒച്ചിളിനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇനി നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പോയ്സൺ ആണെന്ന് കണ്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു യെല്ലോ കളറിലൊരു ഷെയ്ഡ് കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഒരു പോയ്സൺ ആണെന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോയ്സണിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അത് ഒരു 3 തരത്തിൽ ഉണ്ട്. ഗ്രീന്, ബ്ലൂ, അതുപോലെ യെല്ലോ, ബ്ലാക്ക്. ഇങ്ങനെ 3 ടൈപ്പിലാണ് പോയ്സണിൻ്റെ ഒരു ഗ്രേഡ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പോയ്സണോ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതിൻ്റെ ഗ്രേഡ് ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ പച്ച കളറെന്ന് പറഞ്ഞാൽ
ഒരു പ്രശ്നമില്ലാത്തതാണ്. കാരണം അത് ബയോയാണ്, അത് ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ബ്ലൂവിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലൂ കുറച്ചും കൂടെ ഒരു വിഷാംശം ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ അധികം വിഷമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഫ്ലോറിലൊക്കെ ആണെങ്കിലും പെരയുടെ സൈഡിലും ഒക്കെ അടിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല. യെല്ലോ എന്ന് പറഞ്ഞാൽ അത് പോയിസണാണ്, നല്ല പോയിസണാണ്. അപ്പോൾ അത് നമ്മൾ പെരയ്ക്കകത്തൊന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസ്കോ ഗ്ലൗവോ ഒക്കെ ഇട്ട് നമ്മൾ അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല വിഷമുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ഗ്രേഡ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കിടക്കുന്നത് യെല്ലോ പോയിസണാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നെല്ലിനും തണ്ടുവരപ്പം പുഴുവിനും ഒക്കെ അടിക്കുന്നതാണ്. ഉറുമ്പിന് നല്ല എഫക്റ്റാണ്. അപ്പോൾ അടുത്ത് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇല്ലേ, നമ്മുടെ ചെടികളും അതുപോലെ അകത്തേലുള്ള പുഴുവിനും കീടങ്ങൾക്കും പയറിനും അങ്ങനെയൊക്കെയുള്ള അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ പറിച്ചെടുക്കുന്ന അധികം കായലോട്ടൊന്നും ചേർത്ത് അടിക്കാതിരിക്കുക. അത് പറിച്ചെടുക്കുന്ന നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഉപയോഗിച്ചാൽ മതി. അതുപോലെ ചെടിയൊക്കെ നന്നായിട്ട് പിന്നെ വളർന്നു വരും. കാരണം ഈ പുഴുവും ഈ ഇല ചുരുട്ടിപ്പുഴുവൊക്കെ നമ്മുടെ ചെടികളിലൊക്കെ കാണുമല്ലോ. പിന്നെ വെള്ള പൂപ്പൽ പോലെ അങ്ങനെയുള്ളതിനൊക്കെ ഇത് നല്ല എഫക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അടിച്ച നല്ല ചെടികളൊക്കെ പിന്നെ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ, അതുപോലെ വേറെ വല്ല മരങ്ങളുടെ ഒക്കെ ചോട്ടിൽ ഇതുപോലെ ഉറുമ്പും കൂടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ അടിച്ചെന്ന് പറഞ്ഞ് മരങ്ങൾക്കും അങ്ങനെയുള്ളതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ജീവനുള്ള വസ്തുക്കൾക്കൊക്കെയാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇവ നമ്മൾ പക്ഷികൾക്കോ പക്ഷിയുടെ കൂടോ അതുപോലെ തന്നെ നമ്മുടെ ആട്ടും കൂട്, പിന്നെ മുയൽ, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ പൂച്ച, അങ്ങനെ അവരുടെയൊക്കെ ദേഹത്തേക്കും കണ്ണിലോട്ടൊക്കെ വീണാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. നമ്മൾ അത് അധികം അങ്ങനെ ജീവനുള്ള അതിൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ മാറ്റി നിർത്തിയേച്ച് നമ്മൾ വളർത്തുന്ന ജീവികളിലൊക്കെ അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് അധികം അവരുടെ ദേഹത്തേക്കൊന്നും അടിക്കാതെ നമ്മൾ മാറ്റി അത് ഉപയോഗിക്കുക. അതുപോലെ മുയലും കൂട്ടിലൊക്കെ ഇനി അത് ഉറുമ്പാണെങ്കിൽ നമ്മൾ മുയലിനൊക്കെ മാറ്റി അത് അടിച്ച് ഒരു ദിവസം കഴിഞ്ഞ് കഴുകി തിരിച്ച് കൂട്ടി കയറ്റാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ദേഹത്തൊക്കെ വീഴുകയാണെങ്കിൽ വായിലൊന്നും പോകരുത്. നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. അധികം നമ്മുടെ ദേഹത്തേക്കൊന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റും കൂടെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ കലക്കി വെച്ചില്ലേ, സോപ്പ് പൊടിയും ഉപ്പും മഞ്ഞളും വിനാഗിരിയും കൂടെ ചേർത്ത് കലക്കി വെച്ച അത് കലക്കാൻ നമ്മൾ ഉപയോഗിച്ച ഒരു കമ്പായിരുന്നു ഇത്, കണ്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു ഉറുമ്പ് വന്ന് ചത്തിരിക്കുന്നുണ്ട്, കണ്ടോ. അധികം നേരം ആയില്ലല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല എഫക്റ്റീവാണ്, കണ്ടോ. ½ ഗ്രാം നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 1/2 ഗ്രാം. ബാക്കി നമ്മൾ നന്നായിട്ട് ഇതുപോലെ പൊതിഞ്ഞ് എയർ കയറാത്തതുപോലെ നമ്മളിത് പൊതിഞ്ഞ് വയ്ക്കണം. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പോ വല്ലതും ചുറ്റി വെക്കുവാണെങ്കിൽ ഒട്ടും അതിനകത്ത് എയർ കയറുകയില്ല. അത് തുറന്നൊക്കെ വെച്ചാൽ ഭയങ്കര ദോഷമാണ്. അതുപോലെ തന്നെ അത് പിന്നെ നശിച്ചു പോകും ഇത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് സേഫായിട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ ഒരു 1/2 ഗ്രാം പൗഡറാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് എത്ര വെള്ളം ഒഴിക്കേണ്ടത് നോക്കാം. നമുക്ക് ഒരു 1.25 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, ആ ഒരു പറഞ്ഞ കണക്കനുസരിച്ച്, കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കേട്ടോ. സ്പ്രേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാസ്കോ ഇതുപോലെ ഷോളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡപ്പ 1 ലിറ്ററിൻ്റെയാണ്. അതുകൊണ്ട് നമ്മൾ 1 ലിറ്ററേ ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ വരെ 1 ലിറ്റർ മാർക്കിംഗ് ആണ്. കുറച്ചും കൂടി ഒഴിച്ചാൽ 1.25 ആവുമെങ്കിലും അത് പിന്നെ നമുക്കിത് പമ്പ് ചെയ്യേണ്ടത് കൊണ്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ 1 ലിറ്റർ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ വേണ്ടത് നമ്മുടെ പെരയ്ക്കകത്തേക്കാണ് വരുന്നത്, കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു വഴി നോക്കി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെയും ഉണ്ട്. അതൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഈ ടൈപ്പ് ഉറുമ്പുകളാണ് കണ്ടോ വരുന്നത്, കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളും അതുപോലെ തന്നെ എല്ലാം കുത്തി നശിപ്പിക്കും. ഇതിപ്പോൾ മുറ്റത്തിൻ്റെ സൈഡിലാണ്. അതിങ്ങനെ ഇതുപോലെ മണ്ണ് കുത്തി ഇളക്കി ഇതുപോലത്തെ 2-3 കൂടുകൾ ഈ സൈഡിൽ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉറുമ്പുകൾ മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടാണ്. അല്ലെങ്കിൽ വീടിൻ്റെ ഈ ചുറ്റും പരിസരത്തും ഒക്കെ ആയിട്ടാണ് ഈ ഉറുമ്പുകൾ മുഴുവൻ നിൽക്കുന്നത്.
ഇതുകൊണ്ട് പേര മറിക്കുവാണ്. പേരമറിയൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഉറുമ്പിൻ്റെ കൂട്ടിലോട്ടൊക്കെ അടിച്ചാൽ മതിയാവും. അതാകുമ്പോൾ നമുക്ക് വലിയ ദോഷം വരുന്നില്ല. കാരണം നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലും പറമ്പിലുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷമൊന്നും വരുന്നില്ല. പെരയ്ക്കകത്തൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഉറുമ്പൊക്കെ പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം വയ്ക്കുമ്പോഴത്തേക്ക് അതെല്ലാം വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബൈ.